IPL വിഖ്യാതമായ ചെന്നൈ സൂപ്പർ കിങ്സും ഇതുവരെ കപ്പൊന്നും നേടാത്ത റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലുള്ള മത്സരത്തിൽ, അതായത് ചെന്നൈക്ക് വലിയ പ്രസക്തിയൊന്നുമില്ലാത്ത മത്സരത്തിൽ ഇന്നലെ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ആധികാരികമായ വിജയം പിടിച്ചെടുത്തു എന്ന് അവകാശപ്പെടാനാവില്ല. കാരണം ഒരു സൂപ്പർ ത്രില്ലറിനൊടുവിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് 2 റൺസിന് ജയിക്കുകയായിരുന്നു. മത്സരത്തിൽ വിരാട് കോഹ്ലിയും രവീന്ദ്ര ജഡേജയും അടക്കമുള്ള ആയുഷ് മേത്രെ പലരും, ജേക്കബ് ബദൽ അടക്കമുള്ള പലരും തിളങ്ങുകയുണ്ടായി. പക്ഷേ പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ട ഒരു ബാറ്റിങ്ങിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മറ്റാരുമല്ല, റൊമാരിയോ ഷെപ്പേഡിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ അവസാന ഓവറുകളിൽ ആഞ്ഞടിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ RCB സ്കോറിലെത്തുമായിരുന്നില്ല, കളി ജയിക്കുമായിരുന്നില്ല. ഹായ് ഫ്രണ്ട്സ്, സീക്ക് സ്പോർട്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിയുമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം എല്ലാവരും ഒന്ന് പരിഗണിക്കുക. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിക്കുക. വാർത്തയിലേക്ക് വരികയാണെങ്കിൽ 20 ഓവറിൽ ബാംഗ്ലൂർ 5 വിക്കറ്റ് നഷ്ടത്തിൽ ആദ്യ ഇന്നിങ്സിൽ 213 റൺസ് നേടി. 62 റൺസ് നേടിയ വിരാട് കോഹ്ലിയാണ് ബാംഗ്ലൂർ ടോപ്പ് സ്കോറർ. അതിനുശേഷം ആവട്ടെ ചെന്നൈ അത്യുഗ്രം ബാറ്റിംഗ് ആണ് മറുപടി ബാറ്റിങ്ങിൽ കാഴ്ചവെച്ചത്. പക്ഷേ 2 റൺസ് അകലെ ചെന്നൈ വീഴുകയായിരുന്നു. അവസാന ഓവറുകളിൽ 2 ബൗണ്ടറികളും 2 സിക്സറുകളും കൂടി പറത്തിയ ഷെപ്പേഡ് 14 പന്തുകളിൽ തൻ്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കുകയായിരുന്നു. ഇതോടെ സ്കോർ 200 കടന്ന് കുതിക്കുകയായിരുന്നു. 4 ബൗണ്ടറികളുടെയും 6 സിക്സറുകളുമായിരുന്നു ഷെപ്പേഡിൻ്റെ ബാറ്റിൽ നിന്ന് പറഞ്ഞത്. ആ ഒരു ഇന്നിങ്സാണ് കൃത്യമായി പറഞ്ഞാൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ ഇന്നലെ വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. 200 എന്ന സ്കോറൊന്നും ഒരു പക്ഷേ ബാംഗ്ലൂർ ഒരു സമയത്ത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വേണം പറയാൻ.